السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وأصحابه أجمعين. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ശ്രോതാക്കളെ, കേരളത്തിലെ ഒരു ഉന്നത മതപഠന കേന്ദ്രമാണ് ജാമിയ വഹദിയ അറബിക് കോളേജ് വണ്ടൂർ. നിരവധി പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കേരള സംസ്ഥാനത്തിന് സമ്മാനിച്ച ആ കോളേജിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇന്ന് കേരളത്തിലെ പ്രഗത്ഭരായ മുഫ്തിമാർ അടക്കം നിരവധി പണ്ഡിതന്മാർ ജാമിയ വഹദിയയുടെ സന്താനങ്ങളായിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന്റെ 60ാം വാർഷികം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി. അതിന്റെ ഭാഗമായി 60 പ്രഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഖത്മുൻ നുബുവ, പ്രവാചകത്വ പരിസമാപ്തി എന്ന വിഷയത്തിലാണ് ഏതാനും മിനിറ്റുകൾ മാത്രം നിങ്ങളുമായി ഞാൻ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ്വ ചരാചരങ്ങളിലേക്കും അയക്കപ്പെട്ട പ്രവാചകരാണ്. ഈ വസ്തുത പരിശുദ്ധ ഖുർആൻ പലതവണ പ്രഖ്യാപിച്ചതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും കാരുണ്യമായിട്ടാണ് തങ്ങളെ അയച്ചിട്ടുള്ളത്. അംബിയാ സൂറത്തിലൂടെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ, അഹ്റാഫ് സൂറത്തിൽ കാണാം. ഏ മനുഷ്യ സമൂഹമേ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമായി അയക്കപ്പെട്ട ദൂതനാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. സബ സൂറത്തിലെ ആയത്താണിത്. എല്ലാ മനുഷ്യർക്കും സന്തോഷ വാർത്ത അറിയിക്കാനും അവരെ താക്കീത് ചെയ്യാനും ആണ് എന്നെ അയക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം വരുന്ന ആയത്. അപ്പൊ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന പ്രയോഗത്തിൽ തന്നെ സർവ്വ ചരാചരങ്ങൾക്കും പ്രവാചകരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചത് എന്ന് വ്യക്തമാണ്. അല്ലാഹു തആല പ്രവാചകന്മാരെ അയക്കുന്ന പ്രവാചകരുടെ ധർമ്മം തന്നെ ബുദ്ധിയുള്ള മനുഷ്യ വിഭാഗത്തെ മാർഗനിർദ്ദേശം നൽകി സമുദ്ധരിക്കുകയും സ്വന്തമായി വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യുക എന്നതാണ്. ജിന്നുകൾക്കും മനുഷ്യർക്കും അവരെ സമുദ്ധരിക്കുവാൻ പ്രവാചകർ വേണം. എന്നാൽ മലക്കുകൾക്ക് പോലും അവിടുന്ന് പ്രവാചകരാണെന്നാണ് പ്രഗൽഭ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മലക്കുകൾക്ക് എന്തിനാണ് ഈ പ്രവാചകർ? അവർ മഴസൂമുകളല്ലേ, പാപ സുരക്ഷിതത്വമുള്ളവരല്ലേ എന്ന് സംശയം പ്രകടിപ്പിച്ച് ഇമാമുകൾ തന്നെ അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. മലക്കുകൾക്ക് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരാണ് എന്ന് പറയുന്നതിൽ ഉത്കൃഷ്ടതയും ശ്രേഷ്ഠതയും ഉണ്ട്. അതാണ് കാര്യം. അവരെ നല്ലതും തീയതും വക തിരിച്ചു കൊടുത്ത് നേർവഴിയിലേക്ക് കൊണ്ടുവരാനൊന്നുമല്ല. അപ്പോൾ ചുരുക്കത്തിൽ കഴിഞ്ഞ കാല പ്രവാചകന്മാർ പലരും ഓരോ സമുദായത്തിലേക്കും ഓരോ ഗോത്രക്കാരിലേക്കുമാണ് അയക്കപ്പെട്ടത്. വൈലാ ആദിൻ അഖാഉം ഹൂദ, ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദ് നബിയെ അയച്ചു എന്ന് പറയുന്നുണ്ട്. വൈലാ സമൂദ് അഖാഉം സ്വാലിഹ്,
സമൂത് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹ് നബിയെ അയച്ചു. ഇങ്ങനെ വിവിധ പ്രവാചകന്മാർ ഓരോ കാലത്തേക്കും ഗോത്രത്തേക്കും അയച്ചുവെങ്കിലും എല്ലാ ആളുകളിലേക്കും എല്ലാ ചരാചരങ്ങളിലേക്കും അയക്കപ്പെട്ടത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. അങ്ങനെ എല്ലാ കാലത്തേക്കും എല്ലാ ഗോത്രത്തിലേക്കും എല്ലാ ജീവികളിലേക്കും എന്ന വണ്ണം ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിരിക്കെ ഇനി അതിൻ്റെ അപ്പുറം മറ്റൊരു പ്രവാചകൻ വരേണ്ടതില്ല എന്ന് ആരുടെ ബുദ്ധി തന്നെയും സമ്മതിക്കും. സമ്പൂർണമായ ഒരു സംവിധാനം, ഏതൊരു കാലത്തേക്കും പറ്റുന്ന ഒരു സംവിധാനം. അതാണല്ലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തോടു കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. മനുഷ്യൻ ബുദ്ധിപരമായി ഇനി എത്ര ഉന്നതി പ്രാപിച്ചാലും അപ്പോഴൊക്കെ ഈ പ്രബോധനം ചെയ്യപ്പെട്ട ശരീഅത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തത്വസംഹിതകളും ഏത് കാലത്തേക്കും പര്യാപ്തമായതും വളരെ വ്യക്തമായതുമായി തിളങ്ങി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. AI യുഗം ഇനിയും പുരോഗമിച്ചാലും ഏത് പ്രശ്നം മനുഷ്യന് വന്നാലും അപ്പോഴൊക്കെ ഈ ശരീഅത്തിൽ നിയമമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗവും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, മാ കാന മുഹമ്മദൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ. അഹ്സാബ് സൂറത്തിലെ 40-ാമത്തെ സൂക്തമാണ്. മുഹമ്മദ് നബി നിങ്ങളുടെ ആരുടെയും പുരുഷന്മാരുടെ ബാപ്പയൊന്നുമല്ല എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇറങ്ങിയ ആ ആയത്തിന്റെ അവസാനം വ ഖാതമൻ നബിയ്യീന, അമ്പിയാക്കളുടെ അന്ത്യമുദ്രയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി. ഒരു സംഗതിയുടെ അന്ത്യമുദ്ര വന്നാൽ പിന്നെ അതിലേക്ക് മറ്റൊന്നും പ്രവേശിപ്പിക്കുകയില്ല. അങ്ങനെ വ്യക്തമായി ഖുർആൻ തന്നെ പറഞ്ഞ ഒരു സംഗതിയാണ് നബിതങ്ങളുടെ കൊണ്ടുള്ള ഖത്മുൻ നുബുവത്ത്. ഹാദിഹിൽ ആയത്തു നസ്സുൻ ഫി അന്നഹു ലാ നബിയ്യ ബഅദഹു. ഈ ആയത്ത് നബിക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ വരികയില്ല എന്നതിന് വ്യക്തമായ തെളിവാണെന്ന് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തഫ്സീറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട അലിയുൽ കറമല്ലാഹു വജ്ഹഹു തങ്ങളോട്, അൻത മിന്നി ബി മൻസിലത്തി ഹാറൂന മിൻ മൂസ ഇല്ലാ അന്നഹു ലാ നബിയ്യ ബഅദി. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ്. അലി, താങ്കൾ എനിക്ക് മൂസാ നബിക്ക് ഹാറൂൻ നബി ഉള്ളത് പോലെയാണ്. ഇല്ലാ അന്നഹു ലാ നബിയ്യ ബഅദി, പക്ഷേ എന്റെ ശേഷം വേറെ നബിയില്ല എന്നതൊഴിച്ച്. ഹാറൂൻ നബി മൂസാ നബിയോടുകൂടെ പ്രവാചകനായിരുന്നു. ആ സംഗതി ഇവിടെ ഇല്ല. അല്ലാത്ത എല്ലാ പ്രബോധന ദൗത്യ നിർവഹണ സഹായ വിഷയത്തിലും മറ്റും മൂസാ നബിക്ക് ഹാറൂൻ നബി ഉള്ളതുപോലെയാണ് നീ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ലാ നബിയ ബഅദി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്ന റിസാലത വന്നബുവത ഖദിംഖതഅത് ഫലാ റസൂല ബഅദി വലാ നബിയ. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണാം. റിസാലത്തും നബുവത്തും അത് മുറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്റെ ശേഷം ഒരു നബിയോ ഒരു റസൂലോ വരികയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് വ്യക്തമായി പഠിപ്പിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ നബുവത്തിന് ഖത്മ് ചെയ്തു, അതിന്റെ പര്യാവസാനമായി എന്ന്. അതുകൊണ്ട് തന്നെ ഇനി അതിലേക്ക് ആ പരമ്പരയിലേക്ക് ഒരാൾ കണ്ണിച്ചേരാൻ ഇല്ല, ചേരുകയില്ല. എല്ലാ കാലത്തേക്കുമുള്ള സർവ സംവിധാനവുമായി അല്ലാഹു തആല
ഒരാൾ നബിയായി അയച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇനി മറ്റൊരാൾ നബിയാണെന്ന് പറഞ്ഞു വന്നാൽ അത് വെറുതെയാണ്. ഒരു തന്ത്രവും ഒരു ഹിക്മത്തുമില്ലാത്ത, ഒരു ആവശ്യവുമില്ലാത്ത ഒരു പണി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുണ്ടാവുകയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിക്കാൻ പോലും പറ്റാത്ത വിധം ഈ പ്രവാചക ശൃംഖലക്ക് അന്ത്യം കുറിച്ചിരിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന കാലത്ത് ഹിജ്റ 9 മുസൈലിമത്തുൽ കദ്ദാബ് ഒരുത്തൻ നബിയായി യമാമയിൽ വന്നപ്പോൾ ശക്തിയുക്തം എല്ലാവരും എതിർക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ എതിർത്ത് പറയുകയും അവസാനം പിന്നെ ഹിജ്റ 12 യുദ്ധം ചെയ്ത് അവനെ കൊലപ്പെടുത്തുകയും ചെയ്തത് പ്രസിദ്ധമായ സംഭവമാണ്. അങ്ങനെ എല്ലാ സ്വഹാബിമാരും അംഗീകരിച്ച് അർത്ഥശങ്കക്കിടയില്ലാതെ അംഗീകരിച്ച് പ്രഖ്യാപിച്ച് സമ്മതിച്ച ഒരു വസ്തുതയും കൂടെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ നുബുവത്തിന്റെ പര്യാവസാനം ഉണ്ടായി എന്നത്. ഇനി അതിലേക്ക് ഒരാൾ വരികയില്ല, വരേണ്ടതുമില്ല എന്നത്. അപ്പോൾ ഈ കണ്ട ഖണ്ഡിതമായ തെളിവുകളെല്ലാം നമുക്ക് ഖത്മുൻ നുബുവത്ത് എന്നതിന് നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷവും മറ്റുമൊക്കെ കള്ളപ്രവാചകന്മാർ വന്നപ്പോഴൊക്കെ എല്ലാ ഇമാമുകളും വിവരമുള്ളവരും നേരിടുകയും വേണ്ടതുപോലെ അതിനെതിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വലിയ ഉന്നതിയും കൂടിയാണ് അന്ത്യപ്രവാചകരാണ് എന്നുള്ളത്. അത് ഭൗതിക ലോകത്തും നാളെ പരലോകത്തും അതിൻ്റെ ശ്രേഷ്ഠത തെളിഞ്ഞു കാണുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ തന്നെ ഏറ്റവും ഉത്തമരാണ് അവസാനത്തേക്ക് അയച്ച പ്രവാചകരെന്ന് ബോധ്യപ്പെടുന്നതുമായ ഒരു വസ്തുതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്തുതകളെ മനസ്സിലാക്കി ജീവിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.